ഹലോ ഗൈസ്, ഞാനിന്ന് ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ആയിട്ടൊരു ഡ്രിങ്കിനെ കുറിച്ചാണ് പറയാൻ പോണത്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ട്. നല്ല മാമ്പഴത്തിൻ്റെ കാലം, മാങ്ങയുടെ കാലം, നല്ല പച്ചമാങ്ങയുടെ കാലം. അപ്പോൾ നമുക്ക് മാങ്ങ കൊണ്ട്, പച്ച മാങ്ങ കൊണ്ട് വളരെ ഹെൽത്തിയായ, യാതൊരു കെമിക്കലും ചേരാത്ത നല്ല നാച്ചുറലായിട്ട് ഒരു ഹെൽത്ത് ഡ്രിങ്ക്, ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പച്ചമാങ്ങയുടെ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചമാങ്ങ പറിക്കാൻ പോവാം. മാങ്ങ അവിടെ കിടക്കണ്ട, അതിനെ നോക്കിയാൽ ഞാൻ സംസാരിക്കണം. അത് നമുക്ക് പറിക്കണം. അതിന് ഞാനൊരു വലത്തോട്ടി എടുക്കാമെന്നാണ് വിചാരിക്കണത്. ഞാൻ വലത്തോട്ടിയും കൊണ്ട് മാങ്ങ പറിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വലത്തോട്ടി എടുത്തപ്പോൾ അതിനകത്ത് തോട്ടിയില്ല. പക്ഷെ വലത്തോട്ടി എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. ഇത് നമ്മളിങ്ങനെ തോട്ടിയിൽ പിടിച്ചിട്ട് ഈ മാങ്ങയുടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുവാണെങ്കിൽ ആ ഞെടുപ്പിൽ ഇവിടെ തട്ടിയിട്ട് ഈ മാങ്ങ ഈ വലയിലേക്ക് വീഴും. കണ്ടോ, ഇതാണ് വലത്തോട്ടി. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ ഇല്ലാത്തവരിതൊന്ന് വാങ്ങിക്കണം കേട്ടോ. മാങ്ങ പറിക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്. കാരണം മാങ്ങ താഴെ വീഴില്ല, ചതയില്ല, ഇതിനകത്ത് തൂങ്ങിക്കിടന്നോളും. ഈ തോട്ടിക്ക് ഭയങ്കര വെയിറ്റാ. എന്നാലും ഇതാണ് അരിവാൾ തോട്ടി. അയ്യോ, ഒരു മാങ്ങ പറിക്കാം. ഒരു മാങ്ങ കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി. അയ്യോ, ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് അരിവാൾ തോട്ടി അതുകൊണ്ട് ഇത് മാങ്ങ താഴേക്ക് വീഴും. വലത്തോട്ടിയാണെങ്കിൽ മാങ്ങ താഴേക്ക് വീഴില്ലായിരുന്നു. ഞാൻ പറിച്ച മാങ്ങയൊക്കെ നിലത്തുനിന്ന് പറക്കട്ടെ. എന്ത് നല്ല ഫ്രഷാണ് കണ്ടോ. ഫ്രഷ് മാങ്ങയുടെ ആ ഫ്രഷ്നെസ്സിൻ്റെ ഒരു മണം. ഇത് നമ്മൾ ഇതും കൊണ്ടൊക്കെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ആ ഒരു ഫ്രഷ്നെസ് ജ്യൂസിൽ നിലനിൽക്കും. അതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കൊട്ട നിറയെ മാങ്ങയുമായിട്ട് പച്ച മാങ്ങയുടെ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. മാങ്ങ നല്ല വൃത്തിയായി കഴുകി കേട്ടോ. തൊണ്ടോട് കൂടി ഞാൻ മിക്സിയിലേക്ക് ഇടുകയാണ്. തൊണ്ട് ചെത്തണ്ട, കാരണം നമ്മൾ അരിക്കുന്നുണ്ട് എന്തായാലും. ചെറുതായിട്ട് ചതച്ചു ചെറുതാക്കിയിട്ട് പറഞ്ഞ് തിന്നാൻ തോന്നണം എനിക്ക്. മാങ്ങയൊക്കെ ഇട്ടു, എല്ലാ മാങ്ങയും പീസാക്കി ഇട്ടു. നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ഇടണം കേട്ടോ. മധുരം, ഇത്തിരി മധുരം വേണം. പിന്നെ നമ്മൾ മിൻറ്റ്, കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ച മിൻറ്റ്, പുതിനയില, അത് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ചെറിയ പീസ് ഇഞ്ചി, കൊണ്ടൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഇഞ്ചി ഇടുക. ആ പുതിനയുടെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ല രസമാണ് കുടിക്കാൻ. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. കുറച്ച് ഇഞ്ചി ഇട്ടാൽ മതി. നമുക്ക് ഒരു നുള്ളു കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഓക്കെ, ഇനി ഞാൻ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങയുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് അരിക്കണം. എന്തായാലും ഇത് അരിക്കണം കേട്ടോ. നമ്മൾ അരിച്ച് കഴിയുമ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട് വരും. ഇതിനെയും ഇഞ്ചിയും പിന്നെ പച്ചമാങ്ങയുടെ തൊണ്ടൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ അരിച്ചേ കുടിക്കാൻ പറ്റുള്ളൂ. നല്ല പച്ച കളർ അല്ലേ. ആ ജാറിൻ്റെ അടപ്പ് തുറന്നപ്പോൾ നല്ല പുതിനയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു മണമാണ്. ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. സ്പൂൺ എടുക്കുക. എല്ലാവർക്കും ജ്യൂസ് അല്പം തണുത്തത് കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടുക, അല്ലെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് അടിക്കുക. ഇപ്പം ഞാനിതിനകത്ത് ഐസ് ക്യൂബ്സ് ഇട്ടില്ല, തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചില്ല. അപ്പം ഞാൻ ഐസ് ക്യൂബ്സ് ഇപ്പം ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒത്തിരി പേര് പിള്ളേർക്കൊക്കെ അറിയാത്തൊരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ ഈ ട്രെയിൽ നമ്മൾ ഐസ് എടുക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ, നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് കോണൊന്നിങ്ങനെ ആക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളകി വരും കണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കഴിയുമ്പം ഇതെല്ലാം ഈ ട്രെയിൽ നിന്ന് വിട്ട് നിൽക്കും. അപ്പം എടുക്കാൻ നല്ല എളുപ്പമാണ്. അങ്ങനെ ഞങ്ങൾ ഐസ് ക്യൂബ്സ് അതിനകത്ത് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് രണ്ടെണ്ണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് ഇപ്പം തന്നെ കുടിക്കാം. നല്ല, അപ്പോൾ ഇത് അടിപൊളിയായിട്ടൊരു ജ്യൂസാണ് കേട്ടോ, പച്ചമാങ്ങയുടെ ജ്യൂസ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ശരിക്കും ഈ ഒരു സൈസുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് മാങ്ങയുടെ വലിപ്പം കൂടുകയാണെങ്കിൽ അതനുസരിച്ച്
3 ഗ്ലാസ് 4 ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഈ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പുതിനയിലയും ഇഞ്ചിയും ചേർക്കാൻ മറക്കരുത്. ബാക്കി എന്ത് മറന്നാലും കുഴപ്പമില്ല, അത് രണ്ടും ചേർക്കാൻ മറക്കരുത്. അതാണ് ഇതിൻ്റെ നല്ല ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഞാനിന്ന് കുടിക്കാൻ പോവാം. നല്ലതാട്ടോ, നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേരൊക്കെ കളിച്ച് മടുത്തൊക്കെ വരുമ്പോൾ ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം കുടിച്ചോളും. ഒരു കെമിക്കലും ഇല്ലാത്ത നമ്മുടെ വീട്ടിലെ മാങ്ങ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ജ്യൂസുകളൊക്കെ കുറേ ഉപേക്ഷിച്ചിട്ട് നമുക്കിങ്ങനെ നാച്ചുറലായിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സീസണലായിട്ട് കിട്ടുന്ന പഴങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ധാരാളം ഇങ്ങനത്തെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം, കമൻസുകൾ അയക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.